ഓൺ ചെയ്തേ. സെൻട്രീസ, ഹനീന, എല്ലാരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഓക്കെ. എന്തായി നമ്മളുടെ ലാസ്റ്റ് ക്ലാസ്സിൽ TDS പേയ്മെന്റ് ആയിരുന്നു കണ്ടിരുന്നത് അല്ലെ? ചെയ്തോ? നിങ്ങൾ ചെയ്ത് നോക്കിയോ? TDS പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയോ? ഓക്കെ, കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഫസ്റ്റ് TDS പേയ്മെന്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഫയലിംഗ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഇന്ന് നമ്മള് TDS ഫയലിംഗ് ആണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ലാസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ TDS പേയ്മെന്റ് എങ്ങനെയാണ് ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാന്നുള്ളത് കണ്ടു അല്ലെ? എങ്ങനെ ഗവൺമെന്റിലേക്ക് നമ്മളിപ്പോ എല്ലാ മാസവും TDS ഡിഡക്ട് ചെയ്തത് എന്ത് ചെയ്യും? നെക്സ്റ്റ് മന്ത് അതിന്റെ ഡ്യൂ ഡേറ്റ് ആയി കഴിയുമ്പോൾ ഗവൺമെന്റിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ? ദെൻ ഗവൺമെന്റിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിന് നമ്മൾ എന്തും കൂടെ ചെയ്യണം, TDS ഫയലിംഗും കൂടെ ചെയ്യണം. അതായത് നമ്മൾ ഏത് സെക്ഷൻ പ്രകാരമാണ് TDS ഡിഡക്ട് ചെയ്തത്, ആരുടെയൊക്കെ TDS ഡിഡക്ട് ചെയ്തു, എത്രയൊക്കെയാണ് ഡിഡക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അങ്ങനെ തുടങ്ങി ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യണം, ഗവൺമെന്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ TDS ഫയലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ TDS പേയ്മെന്റ് നമ്മൾ മന്ത്ലി നടത്തും. TDS ഫയലിംഗ് നമ്മൾ ചെയ്യുന്നത് ക്വാർട്ടർലിയാണ്, അതായത് 3 മാസം കൂടുമ്പോ അല്ലെ? എന്നാ ചെയ്യേണ്ടേ? ഓരോ ക്വാർട്ടറും അവസാനിച്ചതിന് ശേഷം വരുന്ന നെക്സ്റ്റ് മന്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, TDS ഫയലിംഗ് ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ നമ്മൾ തിയറി ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മൾ TDS ഫയലിംഗ് ആയാലും GST ഫയലിംഗ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെന്റ് ആക്കും. എന്നിട്ട് ഈ ഡോക്യുമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാ ഡോക്യുമെന്റ് ഫോർമാറ്റും ഒന്നും ഗവൺമെന്റ് സൈറ്റിൽ റെക്കഗ്നൈസ് ചെയ്യില്ല. അവര് അപ്രൂവ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫയൽ ഫോർമാറ്റുകൾ ഉണ്ട്. ആ ഫോർമാറ്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. GST ഫയലിംഗിന്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് ഓൺലൈൻ ആയിട്ടും ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ടും ചെയ്യാൻ പറ്റും. TDS ഫയലിംഗ് ഫുൾ നമ്മൾ ഓൺലൈൻ ത്രൂ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ TDS ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂട്ടിലിറ്റി ഫയൽ ഉണ്ട്. ആ ഫയൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയലിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആ TDS റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫീഡ് ചെയ്യും. എന്നിട്ട് ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോ ഈ ഫയൽ, അതായത് ഈ യൂട്ടിലിറ്റി ഫയൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ള സൈറ്റിന്റെ പേര് വരുന്നത് proteinbar.tinpan.com എന്നാണ് കേട്ടോ. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. proteinbar.tinpan.com. ഓക്കെ. ഈ സൈറ്റിലാണ് നമ്മൾ കയറി എന്ത് ചെയ്യേണ്ടത്, യൂട്ടിലിറ്റി ഫയല് ഡൗൺലോഡ് ചെയ്ത് എടുക്കണ്ടേ. ഓക്കെ. യൂട്ടിലിറ്റി ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഫയൽ ഈ ഒരു സൈറ്റിൽ നിന്ന് വേണം ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ യൂട്ടിലിറ്റി ഫയൽ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഞാൻ കൊടുക്കുന്നു. proteinbar.tinpan.com. ഓക്കെ. അവിടെ വരുന്ന മെസ്സേജസ്, കുറച്ച് മെസ്സേജസ് വരുവേ, അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്ത് തന്നെ വിട്ടാൽ മതി. ഓക്കെ. ഇനി അടുത്ത പാത്ത് നോട്ട് ചെയ്ത് വെച്ചോ, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഡൗൺലോഡ്സ് എന്നുള്ളത് എടുക്കുക. ഡൗൺലോഡ്സ്, ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ്, അവിടെ നിന്ന് ഈ TDS ബാർ ETCS, ഈ TDS ബാർ ETCS, ഈ TDS ബാർ ETCS, അവിടുന്ന് ക്വാർട്ടർലി റിട്ടേൺസ്, അവിടെ നിന്ന് റെഗുലർ, ക്വാർട്ടർലി റിട്ടേൺസ്, അവിടെ നിന്ന് റെഗുലർ, ക്വാർട്ടർലി റിട്ടേൺസ് എടുക്കുക, അവിടെ നിന്ന് റെഗുലർ എടുക്കുക. ഓക്കെ. എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പ്രോട്ടീൻ റിട്ടേൺ പ്രിപ്പറേഷൻ യൂട്ടിലിറ്റി എന്നുള്ളിടത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ കണ്ടോ, ഈ RPU വേർഷൻ 6.0 എന്നുള്ളത് എടുത്താൽ മതിയാവും.
ഓക്കെ, ഇതെടുത്താലും ഓക്കെ ആണ് കേട്ടോ. 1.1 എടുത്താലും ഓക്കെ ആണ്. ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ഏതെടുത്താലും ഓക്കെ ആണ്. അപ്പൊ നമ്മള് ഓരോ റിട്ടേണും ഫയൽ ചെയ്യുമ്പോൾ ഈ യൂട്ടിലിറ്റി ഫയൽ വീണ്ടും വീണ്ടും ഡൗൺലോഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത യൂട്ടിലിറ്റി ഫയൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ TDS ഫയലിംഗ് ചെയ്യാം. പക്ഷെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ സൈറ്റിൽ ഒന്ന് കയറി നോക്കുക വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫയലിംഗ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ കയറി നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത വേർഷൻ അല്ല, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ഡൗൺലോഡ് ചെയ്യണ്ട, അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഞാനിത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ദാ ഇവിടെ ഡൗൺലോഡ് ആയി കിട്ടും. ഓക്കെ, ഈ ഡൗൺലോഡ് ചെയ്ത ഫയല് എക്സ്ട്രാക്ട് ചെയ്യണം കേട്ടോ. എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഡൗൺലോഡ് ചെയ്ത ഫയൽ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യാം. ഇപ്പൊ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മളുടെ ഡൗൺലോഡ്സ് എടുക്കുക, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക. നമ്മുടെ ഫയൽ എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക, എന്നിട്ട് എക്സ്ട്രാക്ട് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫയലില് എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ വേണം പിന്നീട് ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് യൂട്ടിലിറ്റി ഫയല് ഡൗൺലോഡ് ചെയ്യണ്ടേ. തൽക്കാലം നമുക്ക് അത് അവിടെ മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ജാവ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഡൗൺലോഡ് ജാവ എന്നുള്ളത് എടുക്കാം. ഡൗൺലോഡ് ജാവ, കാരണം നമ്മളുടെ സിസ്റ്റത്തില് ജാവയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ യൂട്ടിലിറ്റി ഫയല് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യണം, ജാവ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ക്രോമിൽ ഡൗൺലോഡ് ജാവ എന്ന് കൊടുത്താൽ മതി. ഇവിടെ കണ്ടോ, ജാവ ഫോർ ഡെസ്ക്ടോപ്പ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ജാവ ഫോർ ഡെസ്ക്ടോപ്പ് ആപ്സ്. ഓക്കെ, ഇവിടുന്ന് ഡൗൺലോഡ് ജാവ ഫോർ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് എടുക്കാം. ഡൗൺലോഡ് ജാവ ഫോർ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ് ജാവ ഫോർ ഡെസ്ക്ടോപ്പ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ജാവ ഫയല് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. ഞാൻ ഡൗൺലോഡ് ചെയ്യണില്ല, കാരണം ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ ജാവ ഉണ്ട്. ബാക്കി എങ്ങനെയാ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്ത് വെച്ചു. ഇവിടെ ഡൗൺലോഡ് ജാവ ഫോർ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് എടുത്തു കഴിയുമ്പോൾ അവിടെ ജാവ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ്സ് ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ ഒരു മെസ്സേജ് ചോദിക്കും, അത് യെസ് എന്ന് കൊടുക്കാം. യെസ്. ഓക്കെ, അതിനുശേഷം വരുന്ന വിൻഡോയില് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ടാവും. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അത് എൻഡ് ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്താൽ മതി. അത് അത്രേ അതിൽ ചെയ്യാനുള്ളൂ. ഡൗൺലോഡ് ജാവ ഫോർ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് എടുക്കുക, ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു മെസ്സേജ് ചോദിക്കും, യെസ് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. യൂട്ടിലിറ്റി ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം, അതേപോലെ ജാവ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ജാവ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അതേപോലെ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ആണെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മൾ കണ്ട യൂട്ടിലിറ്റി ഫയല് ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ജാവ ഡൗൺലോഡ് ചെയ്യുന്നതും യൂട്ടിലിറ്റി ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ പ്രാക്ടീസ് പോർട്ടിലേക്ക് വരികയാണ് കേട്ടോ. പ്രാക്ടീസ് പോർട്ടിൽ ലോഗിൻ ആക്കാം. നമുക്ക് TDS, ഇപ്പൊ പ്രാക്ടീസ് പോർട്ടിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. TDS എടുക്കുക. സ്റ്റെല്ലാർ ടെക് ഇന്നോവേഷൻസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതിയെ. സ്റ്റെല്ലാർ ടെക് ഇന്നോവേഷൻസ് എവിടെയുണ്ട്? ഞാൻ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാം. സ്റ്റെല്ലാർ ടെക് ഇന്നോവേഷൻസ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾ ചെയ്യുമ്പോഴും ഇത് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ഉള്ളിൽ ഒരു PDF ഉണ്ട്, ഒരു എക്സൽ ഫയലും ഉണ്ട്. ഫസ്റ്റ് ഞാൻ PDF ഓപ്പൺ ആക്കി കാണിക്കാം. ഇതാണ് PDF. ഓക്കെ, ഇതിലെ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തന്നേക്കുന്നത്. 23-24 ഇയറിലെ ആണ് നമ്മൾ ഫയലിംഗ് ചെയ്യുന്നത്. ക്വാർട്ടർ 1ന്റെ ഫയലിംഗ് ആണ് ചെയ്യുന്നത്. 26Q ആണ് നമ്മൾ ഇവിടെ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ താഴേക്ക് തന്നിട്ടുണ്ട്. ഫയലിംഗിന് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴേക്ക് ഉണ്ട്. നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാനായിട്ട് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്വാർട്ടറിലെ 26Q, ഫോം 26Q ആണ് നമുക്ക് ഫയൽ ചെയ്യേണ്ടതുള്ളത്. നമുക്കറിയാം 26Q എന്ന് പറയുന്നത് പഴയ പേരാണ് അല്ലെ.
പുതിയ പേര് എന്തുവാ? 26Q പുതിയ പേര്. നമ്മള് രണ്ട് ഫോമിന്റെ പഴയതും പുതിയതും കമ്പയർ ചെയ്തല്ലേ നമ്മൾ പഠിച്ചത്, രണ്ടും കൂടെ കാണിച്ചാ പഠിപ്പിച്ചേ. 26Q പുതിയ ഫോമിന്റെ പേരെന്താണ്? എന്താ 26Q പുതിയ ഫോം നെയിം എന്താ? എന്താ പുതിയ ഫോം നെയിം? എന്താ ഫോം നെയിം വരിക? എന്താ ഫോം നെയിം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനാ ഫോം 26Q എന്തിനാണെന്ന് പറയോ? എന്തിന്റെ ഫയലിംഗ് ആണ്? എന്തിന്റെ ഫയലിംഗ് ആണ്? ആ പറഞ്ഞു. ആ റെന്റും വരും, അതായത് അതർ ദാൻ സാലറി. എന്തോ സാലറി അല്ലാത്ത ഇതെല്ലാം വേണതല്ലേ? അതെ, കറക്റ്റാ. അതായത് അതർ ദാൻ സാലറി വരുന്ന എല്ലാ പേയ്മെന്റുകളിലും നമ്മൾ ഡിഡക്ട് ചെയ്തിരിക്കുന്ന TDSന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് ഈ 26Qലാണ്. അതിന്റെ പുതിയ ഫോം വരുന്നത് 140 കേട്ടോ, ഫോം 140. ഓക്കെ, നമ്മളുടെ സാലറി ആണെന്നുണ്ടെങ്കിലോ ഏതാ വരിക? പഴയ ഫോമിന്റെ നെയിം 24Q എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പോ സാലറി അതർ ദാൻ സാലറി പേയ്മെന്റില് നമ്മൾ ഡിഡക്ട് ചെയ്തിരിക്കുന്ന TDSന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എവിടെയാ ഫയൽ ചെയ്യണേ? ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന 26Q അല്ലെങ്കിൽ ഫോം 140യിലാണ് കേട്ടോ. നിങ്ങൾ ഓർക്കേണ്ടത് ഫോം 140 ആണേ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ PDF തന്നിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു എക്സൽ ഫയലും കൂടെ ഉണ്ട്, അതും കൂടെ ഓപ്പൺ ചെയ്യാം. എക്സൽ ഫയലിൽ തന്നേക്കുന്നത് വർക്കിംഗ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ആരുടെയൊക്കെ TDS ആണ് ഡിഡക്ട് ചെയ്തേക്കുന്നത്, എത്രയാണ് ഇവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തത്, TDSന്റെ റേറ്റ് എത്രയായിരുന്നു, പെർസെന്റേജ് എത്രയാണ്, നമ്മൾ എന്നാണ് ആ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തത്, ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കിട്ടിയ ചെല്ലാൻ നമ്പർ, VSR കോഡ്, സെക്ഷൻ പഴയതാണ്, പിന്നെ ഇൻട്രസ്റ്റ്, ചെല്ലാൻ എമൗണ്ട്, അങ്ങനെ കണ്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഞാനൊന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളുടെ കമ്പനിയിലാവുമ്പോൾ ആര് തന്നെ വേണം ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ? നമ്മൾ തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ തന്നെ വേണം ഈ ഒരു വർക്കിംഗ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് TDS ഫയലിംഗിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? അപ്ലോഡ് ചെയ്യാനുള്ള ഫയൽ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നേരെ നമ്മൾ തിരിച്ച് ഡൗൺലോഡ്സിൽ വരുന്നു. അവിടെ നമ്മൾ യൂട്ടിലിറ്റി ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജാവ റെഡിയാണ്. ഇനി എന്ത് ചെയ്യാം? ആ യൂട്ടിലിറ്റി ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് TDS_RPU_6.0 ഏത് വേർഷൻ ആണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അതായിരിക്കും ഇവിടെ കാണിക്കുന്നത് കേട്ടോ. TDS_RPU_6.0 എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഇനി ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോ ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ആയിരിക്കില്ല ഓപ്പൺ ആക്കിയിരിക്കുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ജാവയുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള റീസൺ വരുമ്പോഴാണ് യൂട്ടിലിറ്റി ഫയല് ഓപ്പൺ ആവാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നിന്ന് ഓക്കെ കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൽ ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് ഫോം നമ്പർ കൊടുക്കുക. ഫോം 140 നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കേസിൽ പഴയതായതുകൊണ്ട് 26Q. ഓക്കെ, ഇനി സെലക്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടു ബി പ്രിപ്പയർഡ് എന്നുള്ളടത്ത് റെഗുലർ എന്ന് കൊടുക്കാം. സെലക്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടു ബി പ്രിപ്പയർഡ് എന്നുള്ളടത്ത് റെഗുലർ. ഇനി നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തു, അത് എന്തെങ്കിലും കറക്ഷൻ ഒക്കെ വന്നത് ശരിയാക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്ഷൻ എന്നുള്ളത് കൊടുത്താൽ മതി. കറക്ഷൻ നമ്മളുടെ കേസിൽ നമ്മൾ ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്നതായതുകൊണ്ട് റെഗുലർ എന്നുള്ളത് കൊടുക്കുക.
എന്നിട്ട് ക്ലിക്ക് ടു കണ്ടിന്യൂ. ക്ലിക്ക് ടു കണ്ടിന്യൂ. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി കുറെ പോർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ബാക്കി വല്ലതും ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ എ സേവ്ഡ് റെഗുലർ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇവിടെ ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഫോം, ചെല്ലാൻ, അന്നക്ഷർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടാബുകൾ ഉണ്ട്. ഈ ടാബുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇവിടെ നിന്ന് ഫോം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ കുറെ ഫീൽഡുകൾ ഉണ്ട്. ഇതെല്ലാം 1 by 1 ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഫീൽഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും റിക്വയർഡ് ഫീൽഡുകൾ ഉണ്ട്. റിക്വയർഡ് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, ഇത് കണ്ടോ ഇവിടെയൊക്കെ സ്റ്റാർ സൈൻ കാണിക്കുന്നുണ്ടോ? ഓരോ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റാർ സൈൻ കാണിക്കുന്നുണ്ട്. ആ സ്റ്റാർ സൈൻ ഉള്ള ഫീൽഡുകൾ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സ്റ്റാർ സൈൻ ഉള്ള ഫീൽഡുകളെല്ലാം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ PDF-ന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് കൊടുക്കാണ്. ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. ടാൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ടാൻ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് പാൻ. പാൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. പാൻ നമ്പർ കൊടുക്കാം. പിന്നെ ചോദിച്ചേക്കുന്നത് ഇയർ ചോദിച്ചിട്ടുണ്ട്. 23-24 ആണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. അപ്പൊ ഇയർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ക്വാർട്ടർ എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി വന്നു. ക്വാർട്ടർ കൊടുക്കുക, Q1. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ഡിഡക്റ്റർ. കമ്പനിയാണ്, ഇവിടെ തന്നിട്ടുണ്ട് കമ്പനി എന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, കമ്പനി എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇത്രയുമാണ് ഫസ്റ്റ് ഏരിയയിൽ കൊടുക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഈ ഫീൽഡുകളെല്ലാം 1 by 1 ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്നില്ല കേട്ടോ. റിക്കോർഡ് ഫീൽഡുകളെല്ലാം ഫില്ല് ആക്കാനായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ആ ഫീൽഡ് എല്ലാം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ക്വസ്റ്റ്യനകത്ത് ഉണ്ട് എല്ലാ ഫീൽഡുകളിലും ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ. നേരെ നോക്കി കൊടുത്താൽ മതി. ഇനി അടുത്തത് പർട്ടിക്കുലേഴ്സ് ഓഫ് ഡിഡക്ടർ. അതായത് ഡിഡക്ടറുടെ ഡീറ്റെയിൽസ് ആണ് ഇനി കൊടുക്കാനുള്ളത്. ഡിഡക്ടർ എന്ന് വെച്ചാൽ ആരാണ്, ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന ആൾ ആരാണോ അയാളാണ് ഡിഡക്ടർ അല്ലെ. ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ് അടുത്ത സെഷൻ. ഓക്കെ, അപ്പോ ഡിഡക്ടറുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, സ്റ്റെല്ലാർടെക് ഇന്നോവേഷൻസ് ലിമിറ്റഡ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, സ്റ്റെല്ലാർടെക് ഇന്നോവേഷൻസ് ലിമിറ്റഡ് എന്ന് കൊടുത്തു. ബ്രാഞ്ച് ഓർ ഡിവിഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ എന്ന് കൊടുക്കാം. പിന്നെ എന്താണ്, പിൻകോഡ് ചോദിച്ചിട്ടുണ്ട്. പിൻകോഡ് കൊടുക്കാം. പിൻകോഡ് കൊടുത്തു. പിന്നെ എന്താണ് റിക്വയർഡ് ഫീൽഡ് വരുന്നത്, ഫ്ലാറ്റ് നമ്പർ. ഫ്ലാറ്റ് നമ്പർ കൊടുക്കാം. പിന്നെ സ്റ്റേറ്റ്, കർണാടകയാണ് സ്റ്റേറ്റ് വരുന്നത്. കർണാടക കൊടുത്തു. ഹാസ് അഡ്രസ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് റിട്ടേൺ. അത് നോ കൊടുക്കുക കേട്ടോ. അതായത് ലാസ്റ്റ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തതിന് ശേഷം അഡ്രസ്സിൽ വല്ല ചേഞ്ചോ മറ്റോ വന്നിട്ടുണ്ടോ എന്നാ, ഇല്ലല്ലോ. അപ്പോ ഹാസ് അഡ്രസ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് റിട്ടേൺ എന്ന് കൊടുക്കുക. അത് നോ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം അത്യാവശ്യം വേണ്ട ഫീൽഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റിക്വയർഡ് ഫീൽഡുകളെല്ലാം ഫില്ല് ചെയ്തു. ഇപ്പൊ ഡിഡക്ടറുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഫില്ല് ചെയ്തു. ഇനി അടുത്തത് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ്. അതായത് ഇപ്പൊ കമ്പനി സ്റ്റെല്ലാർടെക് ഇന്നോവേഷൻസ് ലിമിറ്റഡ് എന്നാണ് പേര് ഡിഡക്ടറുടെ അല്ലെ. അപ്പൊ അതൊരു കമ്പനി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ. അപ്പൊ ഈ കമ്പനിക്ക് വേണ്ടി കമ്പനിക്ക് TDS ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, കമ്പനിക്ക് വേണ്ടി TDS ഡിഡക്ട് ചെയ്യാൻ അവിടെ ഒരു പേഴ്സൺ ഉണ്ടാവും. അയാളുടെ ഡീറ്റെയിൽസ് ആണ് ഇനി താഴേക്ക് കൊടുക്കണ്ടേ. പർട്ടിക്കുലേഴ്സ് ഓഫ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഡിഡക്ഷൻ ഓഫ് TDS. ഓക്കെ, ഇനി അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് കൊടുക്കാം. ഫസ്റ്റ് നെയിം ആണ്, അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അതിഥി ശർമ്മ എന്നാണ് നമ്മുടെ ഡിഡക്ട് ചെയ്യുന്ന പേഴ്സന്റെ പേര്. അതിഥി ശർമ്മ എന്ന് കൊടുത്തു. ആളുടെ ഡെസിഗ്നേഷൻ വരുന്നത് നമ്മളുടെ കമ്പനിയുടെ ഡയറക്ടർ ആണ്. ഡയറക്ടർ എന്ന് കൊടുക്കാം. പിൻകോഡ് ചോദിച്ചിട്ടുണ്ട്. പിൻകോഡ് കൊടുക്കാം. പിന്നെ പാൻ ചോദിച്ചിട്ടുണ്ട്. പാൻ നമ്പർ കൊടുക്കാം. ഫ്ലാറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്.
ഫ്ലാറ്റ് നമ്പർ മുന്നത്തെ തന്നെ കൊടുത്താൽ മതി. ഫ്ലാറ്റ് നമ്പർ കൊടുത്തു. സ്റ്റേറ്റ് കർണാടക തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. ഹാസ് അഡ്രസ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് റിട്ടേൺ? നോ കൊടുക്കാം. അപ്പൊ റിക്വയർഡ് ഫീൽഡുകളെല്ലാം നമ്മൾ നിലവിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി റിക്വയർഡ് ഫീൽഡ് അല്ല എന്നാലും ഈ മെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ ആ മൊബൈൽ നമ്പരും മെയിൽ ഐ ഡിയും കൂടെ കൊടുക്കാം. മെയിൽ ഐ ഡി കോപ്പി പേസ്റ്റ് ചെയ്താൽ കിട്ടണം എന്നില്ല, അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. stellartech @gmail.com. അത് ക്യാപിറ്റൽ ലെറ്ററിലെ വരത്തുള്ളൂ കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫോം സെക്ഷൻ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡുകൾ നമ്മൾ വിട്ടുപോയാലും കുഴപ്പമില്ല. അത് സേവ് ചെയ്യുമ്പോൾ നമുക്കത് വാർണിംഗ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഇന്ന ഫീൽഡ് ഫില്ല് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വാർണിംഗ് മെസ്സേജ് വന്നോളൂ. ഓക്കെ, അപ്പൊ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ചെല്ലാനാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ക്ലിയർ ആയോ? ഫോം ഫില്ല് ചെയ്തത്, ഫോം സെക്ഷൻ ഫില്ല് ചെയ്തത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ചെല്ലാൻ സെക്ഷനിലേക്ക് വരാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, ഈ ചെല്ലാൻ എന്നുള്ളത് എടുക്കാം. അപ്പോ ഇവിടെ നമ്മൾ ഇനി ഡിഡക്ട് ചെയ്ത TDSന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് അല്ലെ, TDS പേയ്മെന്റ് ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡിപ്പോസിറ്റ് ചെയ്ത പേയ്മെന്റിന്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റോസ് ഒന്നുമില്ല, ഫുൾ ബ്ലാങ്ക് ആണ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് എടുക്കുക. ഇവിടെ കണ്ടോ, ആഡ് റോസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് റോസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ചോദിക്കും, എത്ര നമ്പർ റോ വേണം എന്നുള്ളത് ചോദിക്കും. ഇവിടുത്തെ റോ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ചെല്ലാൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. ഇവിടെ എത്ര ചെല്ലാൻസ് ഉണ്ടോ അത്രയും റോയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് 1, 2, 3, 4 4 ചെല്ലാനാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വേണം കൊടുക്കാൻ, നമ്പര് 4 എന്ന് കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പൊ ദേ ഇത് കണ്ടോ, ഇവിടെ ആ കോളംസ് എല്ലാം മീൻസ് റോ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 4 റോസ് വെച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് കിടക്കുന്ന റോസ് കണ്ടോ, അതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വൈറ്റ് ഷെയ്ഡിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് എന്തുവാണ്, TDS എമൗണ്ട് ആ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ 4 ചെല്ലാനിലുമായിട്ട് ഡിഡക്ട് ചെയ്തേക്കുന്ന TDSന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ ആദ്യത്തെ എത്രയാ നോക്കിയേ, ഫസ്റ്റ് ചെല്ലാനില് 7050 രൂപയാണ് ഡിഡക്ട് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ചെല്ലാനിലും 7050, മൂന്നാമത്തെ ചെല്ലാനിലും 7050. നാലാമത്തെ ചെല്ലാനില് 2 ഡിഡക്ഷനും കൂടെ ഒന്നിച്ച് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. 2 ഡിഡക്ഷൻ ഉണ്ട്, അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പേ ചെയ്തേക്കുന്നത്. ഓക്കെ, കാരണം സെയിം സെക്ഷന്റെ അണ്ടറില് ഒരേ മാസം തന്നെയാണ് ഡിഡക്ഷൻ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു അവര്, അതൊരൊറ്റ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, 2380. ഈ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കൊടുക്കാം. 7050 ആണ് ആദ്യത്തേത് വരുന്നത്. രണ്ടാമത്തേതും സെയിം തന്നെ, മൂന്നാമത്തേതും സെയിം തന്നെ. നാലാമത്തെ എത്രയായിരുന്നു എമൗണ്ട്, 2380 അല്ലെ. 2380. ഓക്കെ, TDS എമൗണ്ട് കൊടുത്തു. ഇനി അടുത്തത് സർചാർജ്, എഡ്യൂക്കേഷൻ സെസ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ നിലവിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ചിട്ട്, സോ കൊടുക്കണ്ട, ബ്ലാങ്ക് ആയിട്ട് ഇടുക. അടുത്തത് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ട്, ഇത് ഉണ്ടോ, 71. ആദ്യത്തെ 3 ചെല്ലാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ ലാസ്റ്റത്തെ ചെല്ലാൻ വന്നപ്പോ ഒരു 71 രൂപ ഇൻട്രസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് ഇവിടെ ഇൻട്രസ്റ്റ് വന്നതെന്ന് പറയാവോ? ആദ്യത്തെ 3 എണ്ണത്തിന് ഇല്ല, ലാസ്റ്റത്തേതിന് മാത്രം 71 രൂപ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന്റെ ആൻസർ ഈ എക്സൽ ഫയലിൽ തന്നെയുണ്ട്. പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് 71 റുപ്പീസ് ഇൻട്രസ്റ്റ് വന്നതെന്നുള്ളത്?
എന്തുകൊണ്ടാ? ഡേറ്റ് മാറി അടച്ചേക്കുന്നത്. ഏത് ഡേറ്റാ? ഈ ഡേറ്റ് ആണോ ചെല്ലാൻ ഡേറ്റ് ആണോ? ചെല്ലാൻ ഡേറ്റ് ചെല്ലാൻ ഡേറ്റ് 31/7 അല്ലെ? ഈ ചെല്ലാൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ അറിയോ? ചെല്ലാൻ ഡേറ്റ് എന്തുവാന്ന് അറിയോ? പേയ്മെന്റ് ചെയ്യുന്ന ആർക്ക് പേയ്മെന്റ് ചെയ്യുന്നതാ? ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതാണോ അതോ നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നതാണോ? ഗവൺമെന്റിലേക്ക്. യെസ്, ഗവൺമെന്റിലേക്ക്. അതായത് നമ്മൾ TDS എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുമല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നേ. ആ ഡേറ്റ് ആയത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, മെയ് മാസം ഒക്കെ കറക്റ്റ് ആയിട്ട് 7-ാം തീയതി ആണല്ലോ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പൊ 7-ാം തീയതി കണ്ടോ, ഈ മാസങ്ങളിലൊക്കെ കറക്റ്റ് ആയിട്ട് 7-ാം തീയതി ഈ എമൗണ്ടുകളൊക്കെ ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ഈ 2380 രൂപ നമ്മൾ ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തത് എന്നാ? ജൂലൈ 31. അത് ജൂൺ മാസം നമ്മൾ പിടിച്ച TDS ആ. കണ്ടോ, 30/6 നമ്മൾ പിടിച്ച TDS ആയിരുന്നു. അത് നമ്മളുടെ ഡ്യൂ ഡേറ്റ് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടത് എന്നായിരുന്നു? 7/7 അല്ലെ? അടുത്ത മാസം എന്ന് പറയുമ്പോൾ ജൂലൈ 7-ാം തീയതി നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടിയിരുന്നതാ. പക്ഷെ കൊടുത്തില്ല. 31-ാം തീയതിയാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ പേയ്മെന്റ് കൊടുത്തത്. അപ്പൊ അവിടെ എന്ത് വന്നു? ഇൻട്രസ്റ്റ് 71 രൂപ വന്നു. നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? TDS ഡിഡക്ട് ചെയ്യാൻ വിട്ടുപോയാല്, ഡിഡക്ട് ചെയ്തത് ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വിട്ടുപോയാല്, TDS ഫയൽ ചെയ്യാൻ വിട്ടുപോയാലൊക്കെ ഇൻട്രസ്റ്റ് വരുമെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? എത്ര ശതമാനം? ഇതിവിടെ നമ്മൾ ഡിഡക്ട് ചെയ്ത TDS ഡിപ്പോസിറ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ എത്ര ശതമാനം? 3% ഇൻട്രസ്റ്റ് വന്നതാണത് കേട്ടോ, 71 രൂപ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ നമുക്ക് കൊടുക്കാം 71. പിന്നെ പെനാൽറ്റി കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ല. അടുത്തത് BSR കോഡ്. BSR കോഡ് ഞാൻ TDS പേയ്മെന്റ് നടത്തിയ സമയത്ത് പറഞ്ഞായിരുന്നു. നമ്മൾ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെല്ലാൻ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് 2 ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു, BSR കോഡും ചെല്ലാൻ നമ്പരും. ഓക്കെ, അപ്പൊ ആ BSR കോഡ് ഇവിടെ കൊടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എല്ലാത്തിന്റെ സെയിം തന്നെയാണ്. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, BSR കോഡ് കൊടുത്തു. ഓർമ്മയുണ്ടല്ലോ അല്ലെ? ചെല്ലാൻ പേയ്മെന്റ്. ഞാൻ ആ ചെല്ലാൻ റെസിപ്റ്റ് നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് BSR കോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഡേറ്റ് ഓൺ വിച്ച് എമൗണ്ട് ഡിപ്പോസിറ്റഡ് ത്രൂ ചെല്ലാൻ ആൻഡ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വൗച്ചർ. അതായത് നമ്മൾ TDS ഡിഡക്ട് ചെയ്ത ഡേറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ TDS എന്നാണോ ഡിഡക്ട് ചെയ്തത് ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. TDS ഡിഡക്ട് ചെയ്ത ഡേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ TDS ഡിഡക്ട് ചെയ്ത ഡേറ്റ് അല്ല, നമ്മൾ ചെല്ലാൻ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ചെല്ലാൻ ഡേറ്റ്, ഡേറ്റ് ഓൺ വിച്ച് എമൗണ്ട് ഡിപ്പോസിറ്റഡ് ത്രൂ ചെല്ലാൻ. നമ്മൾ ചെല്ലാൻ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഡിഡക്ട് ചെയ്ത എമൗണ്ട് അല്ല, ഡേറ്റ് അല്ല, എന്താണ്? ഡിപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ചെല്ലാൻ ഡേറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ ഡേറ്റ് എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ ഡേറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കരുത്. പകരം എന്ത് ചെയ്യുക? ഒന്നുകിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം 7/5/2023. ഒന്നുകിൽ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇവിടെ നിങ്ങൾക്ക് കലണ്ടർ കിട്ടും കണ്ടോ? ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം 2000. അടുത്ത ഡേറ്റ് ഏതാ നമുക്ക് വരുന്നത്? 7/6/2023 വരുന്നത്. അപ്പൊ നമുക്ക് ഇയർ ബാക്കിലേക്ക് ആക്കാം. ഫസ്റ്റ് മന്ത് വരുന്നത് ജൂൺ മാസമാണ്, 7-ാം തീയതി. അപ്പൊ 7/6/2023 ഇവിടുന്ന് ഓക്കെ കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ഇവിടെ ഡേറ്റ് വരും. ഇനി അതല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടുന്ന് പേസ്റ്റ് ചെയ്താലും പ്രശ്നമില്ല. എക്സലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ് കൊടുക്കാം. (2023) അടുത്തത് നെക്സ്റ്റ് ഡേറ്റ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ കൊടുക്കാനുള്ളത്. ഇത്രയും നമ്മൾ കൊടുത്തു. TDS, ഇൻട്രസ്റ്റ്, അതേപോലെ BSR കോഡ്, ഡേറ്റ്. ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. ഒരു സെക്കൻഡ്.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ചെല്ലാൻ ഡേറ്റ് കൊടുത്തു, ഡിപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് ഏതാന്നുള്ളത് കൊടുത്തു. ഇനി അടുത്തത് ചെല്ലാൻ സീരിയൽ നമ്പർ. ചെല്ലാൻ നമ്പർ വേണം എന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ചെല്ലാൻ നമ്പർ ഇവിടുന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ചെല്ലാൻ നമ്പർ കൊടുത്തു. നമുക്ക് 4 ചെല്ലാനാണുള്ളത്. ആ 4 എണ്ണത്തിന്റെ നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കാനുള്ളത് മൈനർ ഹെഡ് ഓഫ് ചെല്ലാൻ. ഇവിടെ എല്ലായിടത്തും 200 എന്ന് കൊടുക്കുക കേട്ടോ. മൈനർ ഹെഡ് ഓഫ് ചെല്ലാൻ അവിടെ എല്ലായിടത്തും 200 കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 200 നമ്മൾ കൊടുക്കുന്നത് ഒരു ടാക്സ് പെയർ ആണ് ഈ TDS പേ ചെയ്യേണ്ടതെങ്കിലാണ് നമ്മൾ 200 എന്ന് കൊടുക്കുക. ഇനി നമ്മളുടെ IT ഡിപ്പാർട്ട്മെന്റ് റേസ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 400 എന്ന് വേണം കൊടുക്കാനായിട്ട്. നോർമൽ കേസിലെല്ലാം അവിടെ 200 എന്നായിരിക്കും വരുന്നത് കേട്ടോ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെല്ലാൻ ടാബില് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? TDS, അതേപോലെ ഇൻട്രസ്റ്റ് കൊടുത്തു, BSR കോഡ്, നമ്മൾ ചെല്ലാൻ ഡിപ്പോസിറ്റ് ചെയ്ത ഡേറ്റ്, എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത ഡേറ്റ്, പിന്നെ മൈനർ ഹെഡ് കൊടുത്തു, ചെല്ലാൻ നമ്പരും കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് ചെല്ലാനിൽ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ചെല്ലാനിൽ കൊടുത്ത അത്രയും ഡീറ്റെയിൽസ് ക്ലിയർ ആയോ ചെല്ലാൻ ടാബില്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് അന്നക്ഷറാണ്. അന്നക്ഷറിൽ നമ്മൾ കൊടുക്കുന്നത് ഡിഡക്റ്റിയുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ആരുടെ കയ്യിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്തത്, അവർക്ക് എത്ര പേയ്മെന്റ് കൊടുത്തു, അങ്ങനെ തുടങ്ങി കംപ്ലീറ്റ് ആ ഡിഡക്റ്റിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഈ അന്നക്ഷറിലാണ്. അപ്പൊ അന്നക്ഷറിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല, അന്നക്ഷറിൽ നാളെ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇതിന്റെ ബാക്കിയായിട്ട്. അപ്പോ ഇതുവരെ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം, ഫോമും ചെല്ലാനും കൂടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതിനിവിടെ സേവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സേവ്, ഈ സേവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൽക്കാലം ഞാൻ ഇതിപ്പോ നമ്മളുടെ ഡോക്യുമെന്റ്സിലേക്ക് തന്നെ സേവ് ചെയ്ത് വെക്കുകയാണ്. സ്റ്റെല്ലാർ ടെക് Q1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ പേര് കൊടുത്ത് സേവ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ സ്പേസ് ഇല്ലാണ്ട് വേണം പേര് കൊടുക്കാനേ. ഫയലിന് നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഇല്ലാതെ കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് നേരെ സേവ് ചെയ്ത് വെക്കുന്നു. സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഓക്കെ കൊടുത്താൽ മതി. ഇത്രയുമാണ് ഇന്ന് ചെയ്ത് വെക്കേണ്ടത്. ഫോമും ചെല്ലാനും. അന്നക്ഷരം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോ ഈ സേവ് ചെയ്ത് വെക്കുന്ന ഫയൽ കറക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. നാളെ ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്, ബാക്കി കംപ്ലീറ്റ് ആക്കി അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ചെല്ലാനും ഫോമും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളുടെ പ്രാക്ടീസ് പോർട്ടിലെ സ്റ്റെല്ലാർ ടെക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളും ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി സെന്റേഴ്സിൽ നിന്നുള്ളവർക്ക്